ഈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ബോർഡ് എക്സാം പ്രിപ്പറേഷനും പിന്നെ നിങ്ങളും എന്നോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും കൂടിയാണ് ഇന്ന് തരാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ വിചാരിച്ചു അതിനൊക്കെ കൂടെ ഈ ഒരു വീഡിയോയിൽ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഹൗ ടു സ്റ്റഡി എ ഐ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എ ഐക്ക് വേണ്ടി പ്രത്യേകിച്ച് സ്റ്റഡി പ്ലാനോ ഒന്നും വെച്ചിട്ടില്ല. എനിക്ക് പ്രീ ബോർഡ് 3ക്ക് മുമ്പേ ആയിട്ട് പീരിയോഡിക് ടെസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു 40 മാർക്കിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി പഠിക്കും. അതിനുശേഷം ഞാൻ പ്രീ ബോർഡ് 3ന് വേണ്ടിയിട്ട് നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എ ഐ ഞാൻ നോക്കാൻ നിൽക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മാത്സിന് വേണ്ടിയിട്ടും. മാത്സ് ഇപ്പോൾ ഞങ്ങൾക്ക് പീരിയോഡിക് 3 ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ആ ചാപ്റ്റേഴ്സ് 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. സർഫസ് ഏരിയ, പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് 3 പഠിച്ചിട്ട് പോകും, നല്ലപോലെ പഠിച്ചിട്ട് പോകും. ലൈക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകും. അതിനുശേഷം മാത്സ് റെഗുലർ പ്രാക്ടീസ് ചെയ്യും, എന്നാലും ഒത്തിരി ഒന്നും നോക്കാൻ നിൽക്കുന്നില്ല. കാരണം മാത്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹിന്ദി അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. ആ ടൈമിൽ നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റും. പക്ഷേ മാത്സ് ഞാനൊരു ബ്രേക്ക് എടുക്കത്തില്ല. റെഗുലർ പ്രാക്ടീസ് ചെയ്താലേ മാത്സ് നമുക്ക് കുറച്ചും കൂടെ ഈസി ആവുള്ളൂ. അപ്പോൾ ഈ പീരിയോഡിക് ടെസ്റ്റിന് നല്ല മാർക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആ 3 ചാപ്റ്റേഴ്സ് ഉള്ളത് നല്ലപോലെ നമ്മൾ സെറ്റാക്കണം. പിന്നെ എ ഐക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ഗ്യാപ്പ് ഉണ്ടെന്ന് അറിയാമല്ലോ. ആ സമയത്ത് നമുക്ക് എ ഐ നോക്കാം എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ സിലബസിലുള്ളത്, പാസ്സാവാൻ വേണ്ടിയിട്ടുള്ളത്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. അല്ലാണ്ട് ഒത്തിരി ഒന്നും എ ഐ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എ ഐ ബാക്കിയുള്ള സബ്ജക്ട്സിന് കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കുക. ആൻഡ് എ ഐക്ക് കുറച്ച് അധികം കൊടുക്കാൻ നിൽക്കേണ്ട ഇപ്പോൾ. കാരണം നമുക്ക് നല്ലപോലെ തന്നെ ഗ്യാപ്പ് ബാക്കിയുള്ള സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നത് എ ഐക്കാണ്. അപ്പോൾ എ ഐ ആ സമയത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. എ ഐ അത്രയ്ക്കും ടഫായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒത്തിരി പഠിക്കാനുള്ളതോ ഒരു സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം അതിലേക്ക് അധികം ഫോക്കസ് കൊടുക്കണ്ട. എ ഐ എങ്ങനെയാണ് പഠിക്കണമെന്നൊക്കെ, എ ഐ ഞാൻ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നതെന്നൊക്കെ ആ സമയത്ത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. കാരണം എ ഐയുടെ പ്രിപ്പറേഷൻ ടൈമിൽ എനിക്ക് ഒത്തിരി സമയം ഉണ്ടാകും. എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒത്തിരി സമയം ഉണ്ടാകുന്ന ഒരു ടൈമായിരിക്കും. കാരണം നമ്മുടെ 5 സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് എ ഐ വരുന്നത്. ആൻഡ് വലിയൊരു ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എ ഐ എങ്ങനെ ഞാൻ പഠിക്കാൻ പോകുന്നതൊക്കെ ആ ടൈമിൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ പേപ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേപ്പർ പ്രൊവൈഡ് ചെയ്തതിനെക്കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒട്ട് ടൈം കിട്ടാത്തൊരവസ്ഥയാണ്. എനിക്ക് എപ്പോഴാണ് ടൈം കിട്ടുന്നത് ആ സമയത്ത് ഞാൻ PDF ആക്കി വയ്ക്കാം. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലോ വല്ലതും ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ നോക്കാം. പക്ഷേ എനിക്ക് ഉറപ്പ് വരാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തരാമെന്ന്. പക്ഷേ എനിക്ക് അത് PDF ആക്കി വെക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ എല്ലാ പേപ്പേഴ്സും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. മന്ത്ലിയുടെ ഉൾപ്പെടെ ഫുൾ പേപ്പേഴ്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒരെണ്ണം പോലും മിസ്സായിട്ട് പോയിട്ടില്ല. എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എന്തായാലും PDF ആക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. PDF ആക്കി വെച്ചാലും PDF ആക്കി വെക്കാനാണ് എനിക്കൊരു ടൈം എടുക്കാൻ പോകുന്നത്. എൻ്റെ ഷെഡ്യൂൾ ഞാനിപ്പോൾ പറയാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പഠിത്തമായിരിക്കും. രാവിലെ എഴുന്നേറ്റ് പഠിക്കുക ആൻഡ് സ്കൂളിൽ പോയിട്ട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. അത് 5 മണി വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് 5 മണിക്ക് എന്നോട് ട്യൂഷൻ ഉണ്ട്. പക്ഷേ ലേറ്റായിട്ടാണ് എത്തുന്നത്. അത് മാഡം ഒന്നും പറയത്തില്ല. സ്കൂളുള്ളതുകൊണ്ട് തന്നെ 5:30 ആവും ഞാൻ ഇവിടെ എത്തുമ്പോൾ. 5:30 എൻ്റെ ക്വാർട്ടേഴ്സിൽ തന്നെയാണ് ട്യൂഷൻ. അപ്പോൾ 5:30 ട്യൂഷൻ കയറി കഴിഞ്ഞാൽ 5:30 തൊട്ട് 6 മണി 6:30 വരെ സയൻസ് ഉണ്ടാവും. അതിനുശേഷം ഒരു ബ്രേക്ക് വരും. പിന്നെ 7 മണിക്ക് മാത്സ് ഉണ്ടാവും. മാത്സ് ചില സമയത്ത് 10 മണി വരെ പോവും, അല്ലെങ്കിൽ 8, 9 ആകുമ്പോൾ നിർത്തും. അതിനുശേഷം വീട്ടിൽ വരണം. വീട്ടിൽ വന്നിട്ട് വീണ്ടും പഠിത്തം. ഇതാണ് എൻ്റെ ഒരു ഷെഡ്യൂൾ. അപ്പോൾ ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്നത് നടക്കും. വീഡിയോ നമുക്ക് എപ്പോഴെങ്കിലും ജസ്റ്റ് ക്യാമറ ഓണാക്കിയൊക്കെ എനിക്ക് പഠിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ആംഗിൾ ഷിഫ്റ്റ് ചെയ്യാനൊന്നും നോക്കത്തില്ല. ജസ്റ്റ് ഞാൻ പഠിക്കാത്രേ ഉള്ളൂ. കാരണം എനിക്ക് അതിന് വേണ്ടിയിട്ട് സമയം കളയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു സംഭവം ചെയ്യാൻ എനിക്ക് അത്യാവശ്യം സമയം എടുക്കും. എൻ്റെ ഫയലിൽ നിന്ന് എടുക്കാനുള്ളതൊക്കെയാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഗ്യാപ്പെങ്കിലും കിട്ടിയാൽ എനിക്ക് പറ്റത്തുള്ളൂ. എൻ്റെ പീരിയോഡിക് ടെസ്റ്റ് കഴിഞ്ഞാലേ ചിലപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പീരിയോഡിക്കിൻ്റെ മാർക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. ആൻഡ് സാൻസ്ക്രിറ്റാണ് ഇപ്പോൾ ഞാൻ ലാക്ക് ചെയ്യുന്നത്. ബാക്കിയൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സാൻസ്ക്രിറ്റ് വെച്ച് ഞാൻ ഓൾറെഡി എൻ്റെ മാർക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. സാൻസ്ക്രിറ്റ് വെച്ച് ബാക്കിയല്ലാത്ത എനിക്ക് മാർക്കുണ്ടെന്ന്. പിന്നെ ഞാൻ യൂട്യൂബിൽ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല. എൻ്റെ പ്രീ ബോർഡ് 1ൻ്റെയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയുടെയൊക്കെ സമയത്തൊക്കെ ഞാൻ നല്ല കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. 1 ഡേ ഗ്യാപ്പ് പോലും വരാണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. വീഡിയോ എടുക്കലൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം സമയം വേണം. പിന്നെ സമാധാനമായിട്ടിരുന്നാലും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ചോദിച്ചൊരു ചോദ്യം, ഞാൻ എത്ര
എത്ര നേരമാണ് പഠിക്കുന്നതെന്നൊക്കെയാണ്, എത്ര ടൈം വരെയാണ് പഠിക്കുന്നതെന്നൊക്കെയാണ്. മിനിമം ഞാൻ പറയാം, മാക്സിമം എത്ര ഉണ്ടാവുമല്ലോ, മിനിമം ഒരു 2 hours ഡെയിലി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈയിടെ ആയിട്ടാട്ടോ അത്. ഫസ്റ്റ് തൊട്ടേ ഇങ്ങനെയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. പക്ഷേ ഈ ഒരു ടൈമിലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. മിനിമം 2 hours, അതിൻ്റെ കൂടാറാണ് പതിവ്. കാരണം ഒത്തിരി പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂടാറാണ് പതിവ്. എൻ്റെ ട്യൂഷനും സ്കൂളും ഒക്കെ കൂട്ടുവാണെങ്കിൽ ദിവസത്തിന് 24 മണിക്കൂറിൽ ഒരു 13 മണിക്കൂർ വരെ പഠിത്തം തന്നെ ആയിരിക്കും. അതൊക്കെ കൂടെ കൂട്ടുവാണെങ്കിൽ. അതല്ലാണ്ട് ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ഒരു 2 hours കൂടുതൽ ഞാൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്ലിപ്പിൽ ഞാൻ സ്കോർ 100 സോൾവ് ചെയ്യാണ്. സ്കോർ 100-ലെ MCQs സോൾവ് ചെയ്യാണ്. ഫസ്റ്റ് 2024 അവരുടെ ഓൾ ഇന്ത്യ പേപ്പറായിരുന്നു സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഫുൾ പേപ്പറല്ല, MCQs മാത്രം. കാരണം MCQs എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ആവാൻ, കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ MCQ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ വെച്ച് ഞാൻ കമ്പയർ ചെയ്യണം, എൻ്റെ കറക്റ്റ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ 20 MCQയിൽ എനിക്ക് 16 കറക്റ്റ് ആയത്. ആൻഡ് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എൻ്റെ 80 എങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷെ അത്രയൊന്നും കിട്ടിയില്ല. ആൻഡ് ഞാൻ അതിനുശേഷം ഡൽഹി നോക്കി. പക്ഷേ ഡൽഹി ഫസ്റ്റ് തന്നെ 5 എണ്ണം കൊണ്ടല്ലേ തെറ്റിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ചെയ്യാമെന്ന്. എൻ്റെ സിലബസ് കംപ്ലീറ്റ് ആവാണ്ടാണ് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. എൻ്റെ ഫുള്ളായിട്ട് ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ടില്ല. അതല്ലാണ്ടാണ് ഞാൻ ചെയ്യാൻ പോയിട്ട് എനിക്ക് ഓൾ ഇന്ത്യ ഇതിനകത്തുനിന്ന് എനിക്ക് 4 തെറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഞാൻ ഡൽഹി ചെയ്യാൻ പോയത്. പക്ഷേ എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് കൂടുതൽ കാർബണിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാർബൺ ഞാൻ പഠിക്കാത്തൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചാപ്റ്ററൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം ഇത് പഠിക്കാൻ പോകാമെന്ന്. ആൻഡ് ഞാൻ ഇവിടെ എൻ്റെ ഫേവറേറ്റ് കമൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു കമൻറ്റ് എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു, ഞാൻ ഇത്തിരി നോക്കിയെന്നൊക്കെ. പുള്ളിക്കാരി എന്നെ വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാത്തിമ എന്നാന്ന് തോന്നുന്നു പേര്. ഞാൻ പറഞ്ഞ തെറ്റല്ലെങ്കിൽ ഫാത്തിമ തന്നെയാണ് പേര്. ആൻഡ് ആ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ 2 കമൻറ്റ്സും കൂടെ ഉണ്ടായിരുന്നു. ആ കമൻറ്റൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പേര് ഞാൻ ഓർക്കുന്നില്ല, സോറി. ആൻഡ് അങ്ങനത്തെ കുറച്ച് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ പിൻ ചെയ്ത് വെക്കാറുണ്ട് ഇപ്പോൾ. അതിനുശേഷം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടുന്നുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് റീച്ച് ഉള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ തന്നെ കാണിച്ച് പോകുന്നുണ്ട്. അത് ക്ലിയർ അല്ല, കാരണം ടൈം ലാപ്സാണ് റെക്കോർഡ് ചെയ്തത്. ആ ടൈം ലാപ്സ് ഞാൻ സ്ലോ ആക്കാൻ നോക്കിയിട്ട് പോലും അത് അത്രയ്ക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല എത്ര ആണെന്നൊക്കെ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഓൾമോസ്റ്റ് 700 ക്രോസ് ചെയ്തിട്ടുണ്ട്. 710 11 ഒക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ റെക്കോർഡിംഗ് നിർത്തിയത്. പിന്നെ നിങ്ങളോട് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തൊരു കാര്യമാണ്, ഞാൻ വീഡിയോ ലെക്ചേഴ്സൊക്കെ കണ്ടിട്ടും കൂടിയാണ് എൻ്റെ ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഓരോ സബ്ജക്റ്റും ഞാൻ എങ്ങനെയാണ് വീഡിയോ ലെക്ചേഴ്സ് ആരെയൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. ഫിസിക്സിലെ എക്സാം വിന്നറുള്ള ദിൽഷ മിസ് തന്നെയാണ്. പുള്ളിക്കാരിയാണ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ടീച്ചറാണ്, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കെമിസ്ട്രിയിലും എക്സാമിനർ മാഡം തന്നെയാണ് അതുല്യ മിസ്. ആൻഡ് ബയോളജി എക്സാമിനറാണ്. സയൻസ് കംപ്ലീറ്റ്ലി എക്സാമിനറാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് പിന്നെ മാത്സ് ഞാൻ എവിടെയും മലയാളം ഒന്നും നോക്കിയിട്ടില്ല. കാരണം മലയാളം ക്ലാസ് കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ട്രിഗ്നോമെട്രി മാത്രം ഞാൻ മലയാളം നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ട്രിഗ്നോമെട്രിയുടെ മാത്രമേ എനിക്ക് ഒരു ക്ലാസ് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രിഗ്നോമെട്രി ഞാൻ മലയാളത്തോടെ നോക്കുന്നുണ്ട്. ബാക്കിയെല്ലാം NCERT ജസ്റ്റ് ചെയ്ത് പോകാനാണ്. ലെക്ചേഴ്സ് കേൾക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ NCERT ചെയ്തിട്ട് പോകാത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ട്രിഗ്നോമെട്രി എനിക്ക് എന്തായാലും ലെക്ചർ കേട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഹ്യൂമൺ ആൻഡ് ദ കളർഫുൾ വേൾഡാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പഠിക്കാൻ കാരണം എൻ്റെ ട്യൂഷനിൽ ടെസ്റ്റായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ ലെക്ചർ വൈസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഈ ചാപ്റ്റർ അത്യാവശ്യം അറിയാവുന്ന ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓടിച്ചുവിട്ടായിരുന്നു ഈ ചാപ്റ്റർ കണ്ടുകൊണ്ടിരുന്നത്. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഈ ചാപ്റ്റർ തീർക്കാനായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ആൻഡ് ഈ ചാപ്റ്റർ വലിയ പാടോ കാര്യങ്ങളൊന്നുമില്ല. ഈ ചാപ്റ്ററാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. ആൻഡ് എൻ്റെ സയൻസിൻ്റെ സിലബസ് ഞാൻ പറഞ്ഞുതരാം. പീരിയോഡിക് ടെസ്റ്റിനുള്ളത് ഇലക്ട്രിസിറ്റി ഉണ്ട്, മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്, അവർ എൻവയൺമെൻറ്റ് ഉണ്ട്, ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ് ഉണ്ട്. പിന്നെ ഏതാണുള്ളത്? കെമിസ്ട്രിയിൽ നിന്ന് കാർബൺ ഉണ്ട്. കാർബൺ മാത്രം മതി ഇതെല്ലാത്തിനെയും ഇതാക്കാനായിട്ട്. കാരണം ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഇലക്ട്രിസിറ്റി എനിക്ക് അത്യാവശ്യം നല്ലപോലെ പ്രാക്ടീസ് ഉണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് എൻ്റെ മിക്ക ക്വസ്റ്റ്യൻസും കറക്റ്റ് ആവാറാണ് പതിവ്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഇഷ്ടമാണ് ഇലക്ട്രിസിറ്റി ഒത്തിരി. ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റുള്ള ഡയഗ്രാംസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ ഡയഗ്രാംസൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഇലക്ട്രിസിറ്റി അറിയാവുന്നതാണ്. ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസിൻ്റെ പ്ലാന്റിൻ്റെ പോർഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും മാത്രം നോക്കിയാൽ മതി എനിക്ക്. ബാക്കിയൊക്കെയാണ്. പിന്നെ അവർ എൻവയൺമെൻറ്റ് ചെറിയ ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. കാർബണാണ് എനിക്ക് ഏറ്റവും പ്രശ്നമുള്ളത്. കാരണം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ പറ്റി എനിക്ക് ഐഡിയ ഉണ്ട്. ഫിസിക്സ് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ബയോയിൽ
ഹൗ ഡു അതെനിക്ക് കുറച്ചും കൂടെ ഐഡിയ ഉണ്ട്. ആൻഡ് അവർ എൻവയൺമെൻറ്റിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്. പക്ഷേ കാർബണിലും എനിക്ക് ആക്ച്വലി നല്ല ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. എനിക്കൊരു ഐഡിയ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് കെമിസ്ട്രി. ബാക്കിയുള്ളവ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയുള്ളത് കാർബണാണ്. സോഷ്യൽ സയൻസ് ഞാൻ തൊട്ടിട്ട് ഒരാഴ്ചയെങ്കിലും ആയിട്ടുണ്ടാകും. സോഷ്യൽ സയൻസ് ഞാൻ ഭയങ്കര കുറവായിട്ടാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആൻഡ് എൻ്റെ സ്കൂളിൽ സോഷ്യലിൻ്റെ ക്ലാസ് എടുത്തിട്ട് 2-3 ആഴ്ച ആയിട്ടുണ്ട്. 1 മാസത്തോളം ആവുമായിരിക്കും, എനിക്ക് ഓർമ്മയില്ല. കാരണം ലാസ്റ്റായിട്ട് എപ്പോഴാണ് സോഷ്യൽ ക്ലാസ് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒത്തിരി ദിവസമായിട്ട് എടുത്തിട്ടില്ല സോഷ്യൽ ക്ലാസ്. അപ്പോൾ അതുകൊണ്ടാണോ എനിക്ക് ഒട്ടും സോഷ്യലിൻ്റെ അടുത്തേക്ക് എൻ്റെ ശ്രദ്ധ പോകുന്നേ ഇല്ല. മാത്സിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, പക്ഷേ സോഷ്യലിൻ്റെ അടുത്തേക്ക് ഒട്ടും പോകുന്നില്ല. മാത്സ് ആൻഡ് സയൻസിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ഇത്തിരി ഒരു പ്രശ്നമാണ്. ആൻഡ് ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ഓക്കെയാണ്. AI ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സബ്ജക്റ്റ് വൈസ് സ്റ്റഡി പ്ലാൻ എന്നൊക്കെ പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, നമ്മൾ 750 ആവാറായിട്ടുണ്ട്. 727 ആണ് ഞാൻ ലാസ്റ്റായിട്ട് നോക്കിയപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ജാനുവരിയിൽ ഞാൻ പറഞ്ഞത് 700 ആവണമെന്നാണ്. 700 നിങ്ങളാക്കി തന്നു. അപ്പോൾ ജാനുവരി തീരുന്നതിന് മുമ്പേ നമുക്ക് എന്തായാലും 750 ആക്കാൻ നോക്കാം. ഇതാക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 23 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ചെയ്തു തരുമെന്ന്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.